കലങ്ങുന്ന കണ്ണുകളോട് പറയുന്നു, ഉസ്താദേ എന്റെ ഉമ്മാക്ക് വേണ്ടി വന്ന് ദുആ ചെയ്തോ, എന്റെ ഉമ്മാക്ക് വേണ്ടി വന്ന് ദുആരക്കണേ. ഞാൻ ചോദിച്ചു, ഉമ്മ മരിച്ചു പോയോ എന്നപ്പോ ആ സമയം പറഞ്ഞു, വല്ലാഹി മരണപ്പെട്ടിട്ടില്ല, എന്റെ ഉമ്മ ജീവനോടെ തന്നെയുണ്ട്. എന്റെ ഉമ്മ ഒരു പാപമാ. എന്റെ ഉമ്മയുടെ ചെറുപ്പകാലം മുതൽ തന്നെ എന്റെ ഉമ്മയുടെ കാലിന്റെയും കൈകളുടെയും എല്ലുകൾ പൊടിഞ്ഞു പോന്ന രോഗമുള്ളത് കൊണ്ട് എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ ഉമ്മാക്കിന്നി ഒന്നിനും കഴിയില്ല, ഒറ്റക്ക് ഭക്ഷണം വെക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഉമ്മാന്റെ കുട്ടി ഒരു കാര്യം ചെയ്യോ, പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടിയിട്ടൊരു പെണ്ണ് കിട്ടുമോ? അങ്ങനെ ഉസ്താദേ ഞാൻ കല്യാണം കഴിഞ്ഞു, കാണാൻ നല്ല ഭംഗിയുള്ളൊരു പെൺകുട്ടിയെ നോക്കിയിട്ട് വിവാഹം കഴിച്ചു. ഞങ്ങൾക്ക് ബന്ധുക്കളെന്ന് പറയാ ഒരുപാട് ആളുകളില്ല. അല്ലാഹു എനിക്ക് 2 മക്കളെ തന്നു. ആ പ്രിയപ്പെട്ട പുന്നാര മക്കളും ഉമ്മയുമായിട്ട് കഴിഞ്ഞുകൂടുമ്പോ ഒരു രാത്രിയിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ടോയ്ലറ്റിലേക്ക് പോകാൻ എഴുന്നേറ്റതാ. പുതിയ വീടിന്റെ പണി നടക്കുന്നത് കൊണ്ട്, വയറിങ്ങിന്റെ പണി നടക്കുന്നത് കൊണ്ട് അതിൽ കാല് കുരുങ്ങിയിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ താഴെ വീഴുമ്പോ എന്റെ ഉമ്മാന്റെ 2 കാലും ഒരു കൈയും മുടിഞ്ഞു പോയി. കാരണം എല്ലുകൾക്ക് ബലമില്ലല്ലോ. അങ്ങനെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ അവിടെ നിന്ന് വേദനയോടെ സങ്കടത്തോടെ കിടക്കുകയാണ്. എന്റെ ഭാര്യ പറഞ്ഞു, ഈ 2 കാലും ഒരു കൈയും മുടിഞ്ഞ് നിങ്ങളുടെ ഉമ്മയുടെ മലമെടുക്കാൻ എന്നെ കിട്ടൂല, നിങ്ങളുടെ ഉമ്മയുടെ മൂത്രമെടുക്കാൻ എന്നെ കിട്ടൂല. ഒന്നുകിൽ ഞാനും നിങ്ങളും, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഉമ്മയും, ഈ 2ൽ ഒന്നേ ഈ വീട്ടിന്റെ ഉള്ളിൽ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന സമയത്ത് അല്ലാ എന്റെ ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ കുഴപ്പമില്ല, എനിക്ക് എന്റെ മക്കളെന്ന് പറഞ്ഞ ജീവനാ ഉസ്താദേ. എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്റെ ഉമ്മാനെ ഞാൻ വൃദ്ധസദനത്തിൽ ആക്കാൻ ഉദ്ദേശിച്ചു. പ്രിയപ്പെട്ട ഉമ്മയെ കൊണ്ടുവന്നൊരു കെട്ടിടത്തിന്റെ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഉമ്മാ ഇന്ന് മുതൽ എന്റെ ഉമ്മ ഇവിടെയാണ് താമസിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു സമയത്ത് ഉമ്മ പറഞ്ഞു, കുഴപ്പമില്ല, എന്റെ മക്കളുണ്ടല്ലോ. ആ സമയം പറഞ്ഞു, മക്കളും ആരും തന്നെ ഇല്ല, ഒരാളും അവിടത്തേക്ക് വരൂല എന്ന് പറയുന്ന സമയത്ത് ഉമ്മക്ക് മനസ്സിലായി ഇത് വൃദ്ധസദനമാണെന്ന് മനസ്സിലായി. പ്രിയപ്പെട്ട പുന്നാര ഉമ്മാനെ തനിച്ചാക്കിയിട്ട് തിരിച്ചു വരികയാ. എന്റെ ഭാര്യയും എന്റെ പ്രിയപ്പെട്ട മക്കളും ഞാനും ഒരുമിച്ച് കൂടി വീട്ടില് എന്റെ ഭാര്യ ഭക്ഷണം കൊണ്ടുവെക്കുമ്പോ എന്റെ ഉമ്മാനെ എനിക്ക് ഓർമ്മ വരുന്നു, എന്റെ കണ്ണു നിറയുന്നു. ഞാനങ്ങ് ഓഫീസിലേക്ക് പോകാന് ഞാൻ എന്റെ വാഹനവും എടുത്തുകൊണ്ട് കടന്നു പോവുകയാണ്. വർക്കല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോ എതിർദിശയിലൂടെ കടന്നു വന്ന വാഹനവുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഉള്ളിൽ കിടന്നിട്ട് കണ്ണു തുറക്കുമ്പോ അല്ലാഹുവേ എന്റെ 2 കാലുകളും മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഇന്നല്ലാഹു യുഅജ്ജിലുഹു ലിസ്വാഹിബിഹി ഫിൽ ഹയാതി ഖബലൽ മമാ. ഉമ്മയെ വെറുപ്പിച്ച ബാപ്പയെ വെറുപ്പിച്ച മക്കളാണോ നാളെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു പെൻഡിങ്ങിലാകൂല, അല്ലാഹു മാറ്റിവെക്കൂല. യുഅജ്ജിലുഹു ലിസ്വാഹിബിഹി, അതിന്റെ ശിക്ഷ അല്ലാഹു ഉടൻ തന്നെ തരുന്നതാണ്. അങ്ങനെ എന്റെ കാലുകൾ മുറിച്ചു മാറ്റി വീടിന്റെ കത്തട്ടിലേക്ക് എന്നെ കൊണ്ടുവന്നിട്ട് കിടത്തുകയാണ്. അങ്ങനെ കിടത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ടവള് ഒരു എഴുത്തും എഴുതി വെച്ചു മക്കളുമായിട്ട് അവള് പോയി. പിന്നെ എന്നെ നോക്കാ ഒരാളില്ല, ഭക്ഷണം തരാ ഒരാളില്ല. ഭാര്യക്കും മക്കൾക്കും വേണ്ടിയിട്ട് ഉമ്മാനെ ഒഴിവാക്കിയപ്പോ അവള് പോയല്ലോ. അയൽവക്കത്തുള്ള ഒരു ആലിമായ മനുഷ്യന്റെ സഹായത്തോടെയാണ് ഇന്ന് ഭക്ഷണം കഴിക്കുന്നത്, ഇന്ന് വെള്ളം കുടിക്കുന്നത്, ഇന്ന് ഞാൻ നല്ലതുപോലെ കുളിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്തൊരു സുബഹിയോടെടുക്കുന്ന സമയം എന്റെ വീട്ടിന്റെ വാതിലിൽ ആരോ കടന്നു വന്നിട്ട് മുട്ടുകയാണ്. വീടിന്റെ വാതിലിൽ ആരോ കടന്നു വന്നുകൊണ്ട് മുട്ടുകയാണ്. ആര് വന്ന് മുട്ടിയാലും വാതിൽ തുറക്കാൻ കഴിയില്ലല്ലോ. അയൽവക്കത്തുള്ള ആലിമായ മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് വാതിൽ തുറക്കുമ്പോ ഒരു അരണ്ട വെളിച്ചത്തിൽ ആരോ കടന്നു വരുന്നുണ്ട്. ഞാൻ നോക്കുമ്പോഴാരും അറിയുമോ,
ആരെയാണോ ഞാനങ്ങ് വൃദ്ധസദനത്തിന്റെ ഉള്ളിൽ കൊണ്ടാക്കിയത് ആ പ്രിയപ്പെട്ട ഉമ്മയാട്. ആ പ്രിയപ്പെട്ട ഉമ്മ എന്റെ മുമ്പിലേക്ക് വടിയിടിച്ചു വന്നിട്ട് പറയാട്, പൊന്നുമോനെ നിന്റെ മുമ്പിലേക്ക് വരണമെന്ന് നിന്റെ ഉമ്മ കൊതിച്ചതല്ല. ഒരു ഉമ്മയെ കാണാ രണ്ട് മക്കൾ വന്നപ്പോ ആ പ്രിയപ്പെട്ട ഉമ്മ, ആ പ്രിയപ്പെട്ട മക്കളാണ് പറഞ്ഞത്, നിന്നെ നോക്കാൻ ഒരാളില്ലെന്ന്, നിന്റെ ഭാര്യയില്ലെന്ന്, നിന്റെ മക്കളില്ലെന്ന്. എത്രയായാലും നീ എന്നെ കുത്തി നോവിച്ചാലും ഞാൻ നിന്റെ ഉമ്മയല്ലേ, നിന്നെ പ്രസവിച്ചവളല്ലേ. ഉമ്മാക്ക് സഹിച്ചില്ല. അതുകൊണ്ട് നിനക്ക് ഭക്ഷണം പോലും തരാൻ ഒരാളില്ലെന്ന് പറഞ്ഞപ്പോ നിന്റെ ഉമ്മ വന്നതാണ് പൊന്നുമോനെ. അതുകൊണ്ട് നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഉമ്മയെ കൊണ്ട് പറ്റുന്നത് പോലെ ഉമ്മ നിനക്ക് ഭക്ഷണം തരാ, ഉമ്മ നിനക്ക് വെള്ളം തരാ, ഉമ്മ എന്ത് വേണോ ചെയ്തു കൊള്ളാ. ഉസ്താദേ, ഞാൻ എന്റെ ഉമ്മാനെ ചേർത്ത് പിടിച്ചങ്ങ് പൊട്ടിക്കരഞ്ഞു പോയി. അല്ലാ, ഞാൻ കൊണ്ടുവന്ന് ഒഴിവാക്കി എന്റെ ഉമ്മ. എനിക്കൊരു രോഗമാണെന്ന് പറയുമ്പോ, എനിക്കൊരു സങ്കടമാണെന്ന് പറയുമ്പോ എന്റെ ഉമ്മ എന്റെ മുമ്പിലേക്ക് വന്നല്ലോ റബ്ബേ. സഹോദരങ്ങൾ, അതുകൊണ്ട് ഉമ്മയെ വെറുപ്പിക്കരുത്, ഉമ്മയെ കുറ്റപ്പെടുത്തരുത്, അവരെ ആക്ഷേപിക്കരുത്. അതുകൊണ്ട് പടച്ച റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട്, മാതാവിനെ പിതാവിനെ സ്നേഹിച്ചുകൊണ്ട് കടന്ന അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരുമല്ലോ. ഇവിടെ ഇരിക്കുന്ന ഓരോ ഉപ്പമാരോട് ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ടൊക്കെ